ഈ നരകത്തീന്നെന്നെ കരകേറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. ഇങ്ങനെ കീർത്തിച്ചു പോകുന്നു. അവൻ്റെ നാവിൻ്റെ ശക്തി അടങ്ങുന്നവരെ, അവൻ്റെ ശരീരബലം നിലനിൽക്കുന്നവരെ ഇത് ചൊല്ലുന്നു. ഏതാ ചൊല്ലുന്നത്? പടിയാറും കടന്നവിടം ചെല്ലുമ്പോൾ ശിവനം കാണാകും ശിവശംഭോ. 6 പടി കടന്നാൽ ശിവനെ കാണാമെന്നാ പറയണത്. ആര് കാണുന്നു? പടി കടക്കുന്നു. പടി കടക്കണമെങ്കിൽ ഗുരുതൻ വേണം. ഗുരുവില്ലാതെ, ഗുരുവിൻ്റെ അറിവില്ലാതെ പടി കടക്കാനാവില്ല. അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം, ഈ 6 പടി കടക്കാതെ ശിവനെ കാണില്ല, അഥവാ ശക്തിയെ പ്രാപിക്കില്ല. പക്ഷെ ഈ ശിവനെ കാണണമെങ്കിൽ ഈ മായാബന്ധ വികല്പത്തിൽ നിന്ന് ആത്മാവിനെ മുക്തമാക്കാതെ സാധ്യമല്ല. മായക്കടലിൽ അക്കരെ നിൽക്കും ദേവൻ തങ്ങളുടെ പാദത്തിൽ. ആത്മം മായയിൽ ബന്ധിച്ചെന്നാൽ എങ്ങനെ ചെന്നിക ചേരും ഞാൻ? ഈ മായാബന്ധക്കടലിന് അപ്പുറമാണ് നാഥൻ നിൽക്കുന്നത്. അവിടെ കഷ്ടതയേറെ സഹിച്ചാലും ഞാൻ എത്തും ദേവൻ സന്നിധിയിൽ. മങ്ങാതുള്ളൊരു മധുവാണല്ലോ തന്നുടെ നാമം ഭഗവാനെ. അതിന് മായാബന്ധ വികല്പത്തിൽ നിന്ന് മനുഷ്യ മനസ്സിനെ വേർതിരിക്കണം. അതിനാണ് നാമം, അതിനാണ് നിയമം. അങ്ങനെ നാമ നിയമാദികൾ പാലിച്ച് കലിയുഗത്തിൽ നാമജപത്തിലൂടെ ജന്മമുക്തി കിട്ടും.